വിവാഹത്തിന് ശേഷം ലൈംഗികമായി ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ അൺകൺസുമേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത്. അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. അവിടെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ചില കേസുകളിൽ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് രോഗിയുടെ ആ സൈക്കോളജിക്കൽ കമ്പോണൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആൻസിയോലൈറ്റിക്ക് നമ്മൾ എടുക്കണം ചില കേസുകളിൽ. അപ്പോൾ അവിടെ ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷനോടെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ദുഃഖകരമായ അവസ്ഥ മാതാപിതാക്കൾ അതിനെ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയൊരു കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ആ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയുള്ളൂ. അവർക്ക് അവരുടെ ആങ്സൈറ്റിയും അവരുടെ അതുതമ്മിലുള്ള പ്രശ്നങ്ങൾ റിലീവ് ചെയ്യുന്ന ചില ഒത്തിരി സഹായിക്കാം. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണമെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അവിടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ സൈഡ് ചേർന്നിട്ട് തൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ടൊരു രോഗിയാക്കാനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ ഒരു സംയോജിച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ടെന്നും അതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ള ഒരു ബോധം മാതാപിതാക്കൾക്കുണ്ടാകുകയാണ് വേണ്ടത്. കാരണം ലൈംഗികമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചിന്ത മാതാപിതാക്കളെ മാനസികമായിട്ട് തളർത്തുന്നതാണ്. എന്തോ ഗുരുതരമായിട്ടൊരു പ്രശ്നമാണ്, അത് കറക്റ്റബിൾ അല്ല എന്നൊരു ചിന്ത പൊതുവേ കാണുന്നുണ്ട്.